കോഴിക്കോട് വെസ്റ്റിൽ വിജിൽ നരഹത്യാ കേസിൽ ലഹരി ഇടപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് പ്രതികൾ ഒഴിഞ്ഞു മാറുന്നു. 3 പ്രതികളുടെയും രക്തസാമ്പിൾ എടുത്തു. ദീപക് തരമടം ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക്, വിശദാംശങ്ങൾ. SK ഇന്ന് പുലർച്ചെ 5 മണിക്ക് തന്നെ പ്രതികളുടെ അവസാനവട്ട ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രതികൾ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് SK ഇതിൽ ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തണം, നിരന്തരമായി ഇവർക്ക് ലഹരി നൽകിയവർ, അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട ദിവസം, അതായത് ഈ നരഹത്യ നടന്ന ദിവസം ആരാണ് ലഹരി നൽകിയത്. ഇവർ മുംബൈയിൽ പോയി MDMA വാങ്ങിച്ചതിൻ്റെയൊക്കെ വിവരങ്ങൾ പോലീസിനുണ്ട്. പക്ഷേ പ്രതികളുടെ കുറ്റസമ്മത മൊഴിയിൽ ചോദ്യം ചെയ്യലിൽ അവർ ഇത്തരം കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ഘട്ടത്തിലാണ് 3 പേരുടെയും, അതായത് ഈ കേസിലെ 3 പ്രതികളുടെയും രക്തസാമ്പിളുകൾ പോലീസ് എടുത്തു കഴിഞ്ഞു. ഈ രക്തസാമ്പിളുകൾ ഒന്ന് ലഹരി പരിശോധനയ്ക്കും മറ്റൊന്ന് DNA പ്രൊഫൈലിനുമായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും. റീജിയണൽ ഫോറൻസിക് ലാബ് കണ്ണൂരിലേക്കാണ് അയക്കുന്നത്. ഇതിലേറ്റവും നിർണായകമായ പല ചോദ്യങ്ങളിൽ നിന്നും പ്രതികൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും പോലീസ് ആവർത്തിച്ച് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.